ഹായ് ഗൈസ്, നമുക്കിന്ന് ക്രൂഷ്യയിൽ ഒരു സീക്രട്ട് പഠിച്ചാലോ. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ പീസും റൈറ്റ് സൈഡിലെ പീസും തമ്മിലുള്ള ഈ വലിപ്പ വ്യത്യാസം എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയോ? ഞാൻ ഉപയോഗിച്ച പാറ്റേണിനോ ഞാൻ ഉപയോഗിച്ച യാണിനോ ഒരു തരത്തിലുള്ള വ്യത്യാസമില്ല. ഞാൻ ഒരു സ്ഥലത്ത് വെച്ചിട്ടും ഇൻക്രീസ് പോലും ഞാൻ ചെയ്തിട്ടില്ല. പാറ്റേണിന് ഒരു ഡിഫറൻസും ഇല്ല. ബട്ട് സ്റ്റിൽ രണ്ട് പീസസിനും വളരെ വ്യത്യാസത്തിലാണ് സൈസ് വന്നിരിക്കുന്നത്. നിങ്ങളിവിടെ കറക്റ്റായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിന് 6 ഇഞ്ച് വലിപ്പവും മറ്റേതിന് 4 ഇഞ്ച് വലിപ്പമേ ഉള്ളൂ. നോർമലി ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ പല കാരണങ്ങളും കൊണ്ട് വരാം. അതായത് നമ്മളൊരു വീഡിയോ കണ്ടു, ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ആ സെയിം യാണല്ല ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ഈ ഒരു പ്രശ്നം വരാം. അതായത് ഇപ്പോൾ 4 പ്ലൈ ആണ്, DK വെയിറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ കൂടിയും ഇപ്പോൾ DK വെയിറ്റിൽ തന്നെ കോട്ടൺ യാണാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ DK വെയിറ്റിൻ്റെ അക്രിലിക് യാണും തമ്മിൽ വലിപ്പത്തിന് വ്യത്യാസം ഉണ്ടാവും, അതായത് തിക്നെസ്സിന് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ടൈപ്പിൽ വ്യത്യാസം വരാറുണ്ട്. അല്ലെങ്കിൽ ബ്രാൻഡിൻ്റെ അനുസരിച്ച് ഇതിന് വ്യത്യാസം വരും. ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ നോക്കി ചെയ്താൽ കൂടി അവർ പറയുന്ന ആ ഒരു യാണിൻ്റെ വ്യത്യാസം കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന യാണും അവർ ഉപയോഗിക്കുന്ന യാണും തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് നമുക്ക് ഈ ഒരു വലിപ്പ വ്യത്യാസം വരാം. അതല്ലാതെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈയുടെ ടെൻഷൻ, അതായത് നമ്മൾ ചിലപ്പോൾ ഒരു യാങ്കർ ആയിരിക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു അവർ പറഞ്ഞിരിക്കുന്ന പാറ്റേൺ വെച്ചിട്ട് നമുക്ക് എപ്പോഴും ചെറുതായിട്ടാണ് വരത്തുള്ളൂ. നമ്മൾ ടെൻഷൻ ഒത്തിരി കൊടുത്ത് ചെയ്യുന്നത് കൊണ്ടാണ്. അതായത് നമ്മുടെ സ്റ്റിച്ചസ് എപ്പോഴും വളരെ കട്ടിയായിട്ട് വരും. അതായത് അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഇല്ലാണ്ട് വരും. അങ്ങനെ വരുന്നവർക്കുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ, നിങ്ങൾ എന്ത് ടൈപ്പ് ഓഫ് ക്രോഷിയർ ആണെന്ന് കണ്ടുപിടിക്കാനുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ നോക്കൂ. ഈ യാണാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചത്. ഇത് ഞാൻ ഓൺലൈനിൽ ചീപ്പായിട്ട് മേടിച്ചതാണ്. ഇതിൻ്റെ യാണിൻ്റെ ഡീറ്റെയിൽസും ഈ പറഞ്ഞ ഈ ഷ്രഗിൻ്റെ ഡീറ്റെയിൽസും, അതായത് ഈ ഒരു ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ബട്ടർഫ്ലൈ ഷ്രഗാണ്, അതിൻ്റെ പാറ്റേണും ഞാനിതിന് പിന്നീട് ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് വരാം. അതല്ലാതെ ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹുക്ക് സൈസിൻ്റെ വ്യത്യാസമാണ്. ഹുക്ക് സൈസിൻ്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 3mm ഹുക്ക് വെച്ചിട്ടും റൈറ്റ് സൈഡിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 6mm ഹുക്ക് വെച്ചിട്ടുമാണ്. ജസ്റ്റ് ആ ഒരു ഹുക്കിൻ്റെ സൈസ് ഞാനൊരു ഏറ്റവും വലുപ്പമുള്ളത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ അതിൽ വ്യത്യാസം വന്നു. ഈ വ്യത്യാസം എനിക്ക് ശരിക്കും വന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു തിക്നെസ് കണ്ടോ. അതായത് ലെഫ്റ്റ് സൈഡിൽ കുറച്ചും കൂടി അടുപ്പിച്ചിട്ടുള്ള സ്റ്റിച്ചസ് ആയിരിക്കും. അതേസമയം റൈറ്റ് സൈഡിൽ വന്നിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മെഷ് ഫോർമേഷനാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമുള്ളവർക്ക് 6mm, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ കണ്ടിട്ട് ആ ഒരു സൈസ് കറക്റ്റ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ഹുക്കിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിതുപോലെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പാറ്റേണിൽ വ്യത്യാസം വരുത്തേണ്ടി വരും. ഇപ്പോൾ ഈ ഒരു ഷ്രഗിന് എങ്ങനെ പാറ്റേൺ വ്യത്യാസം വരുത്തിയിട്ട് നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യുന്ന സൈസിനാക്കാം എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അതല്ലാതെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഈ ഒരു മെറ്റീരിയൽ കണ്ടോ, ഇത് DK വെയിറ്റിലുള്ള ബാംബു കോട്ടൺ മിക്സിൻ്റെ യാണാണ്. അതിൻ്റെ വലിപ്പ വ്യത്യാസം എന്ന് പറയുന്നത് വളരെ തിന്നാണ്. 4 പ്ലൈ DK വെയിറ്റ് ആണെങ്കിൽ കൂടെ ഇത് തിന്നാണ്. ഇത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്ന വലിപ്പമായിരിക്കില്ല നമ്മൾ നോർമൽ സ്റ്റൈൽ ക്രാഫ്റ്റിൻ്റെ ഒക്കെ അക്രിലിക് യാൻസ് വെച്ച് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി തിക്കറാണ്. DK വെയിറ്റ് യാൻ തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിന് വ്യത്യാസം ഉണ്ടാവും, പല ബ്രാൻഡിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ യാണുകൾ നമ്മളെപ്പോഴും ഒരു സ്വാച്ച് ഉണ്ടാക്കി നോക്കിയിട്ട് അത് തന്നെയാണോ, അത്രയും സൈസ് മതിയോ എന്നുള്ളത് നോക്കി ചെയ്യുന്നത് നന്നായിരിക്കും. ഇത് മെയിൻലി വരുന്നത് ഡ്രസ്സിൻ്റെ കേസിലൊക്കെയാണ് കേട്ടോ. അതേസമയം ബ്ലാങ്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ വലിയ സൈസ് ഇത്തിരി വ്യത്യാസം വന്നാലും വലിയ കുഴപ്പമില്ലാത്ത ടൈപ്പ് പ്രൊഡക്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ എപ്പോഴും ഒരു സ്വാച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. പക്ഷേ സ്വാച്ച് ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റിൽ ഒരു നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. നമുക്കത് എത്രത്തോളം വരും, ഇനി എത്ര സൈസ് കൂട്ടണം, പാറ്റേണിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തണം എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, കുറച്ച് ഇൻഫർമേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഞാനപ്പോൾ അതിനനുസരിച്ച് വീഡിയോസ് ചെയ്യാം കേട്ടോ.